Hi all, Assalamu alaikum. Welcome back to Zida's recipes. നമ്മൾ ഇന്നൊരു കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. അത് വെച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നല്ലാണ്ട് കേക്ക് ഒന്നും അധികം ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ക്രീം വെച്ചിട്ടുള്ള കേക്ക് അധികം ആരും ഉണ്ടാക്കാറില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ക്രീം വെച്ചിട്ട് ഒരു അമൃതം കേക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കേക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പയും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ 1.5 കപ്പ് അമൃതം പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് അമൃതം പൊടി ഒരു അരിപ്പയിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഞാനിവിടെ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുക്കുന്ന എത്ര തവണയാണെന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. 2 തവണ 3 തവണ ചെയ്താൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ പൊടികളൊക്കെ 2 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയ്ക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ബൗളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിലോട്ട് നോർമൽ പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, പൊടിക്കാത്ത പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങൾ പൊടിച്ചിട്ടാണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് എടുത്താൽ മതി. പൊടിക്കാതെ നോർമൽ പഞ്ചസാര നേരിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പഞ്ചസാര അതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നേരം ബീറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ, അത് നന്നായിട്ടൊന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിലും അതുപോലെ തന്നെ പാലും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കേക്ക് മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പൊടികൾ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 8 ഇഞ്ചിൻ്റെ പാനാണ്, അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 7 ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല, 7 ഇഞ്ചോ 8 ഇഞ്ചിൻ്റെയോ കേക്ക് ടിന് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി പാനിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റൗ ടോപ്പിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ പാൻ ഒന്ന് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കേക്കിന്റെ മുകൾ ഭാഗം വേവാത്ത പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് ടൈമിന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് സ്റ്റൗ ടോപ്പിൽ വെക്കാം. സ്റ്റവിൽ വെക്കുന്ന സമയത്ത് നേരിട്ട് വെക്കാൻ പാടില്ല കേട്ടോ. ഏതെങ്കിലും ഒരു പാനോ അല്ലെങ്കിൽ അലൂമിനിയത്തിന്റെ തട്ടോ എന്തെങ്കിലും ഒന്ന് സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു കേക്ക് ടിന് അതിന് മുകളിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതൊരു 38-35 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 35 മിനിറ്റിന് ശേഷം ഞാനൊന്ന് എടുത്ത് നോക്കിയതാണ്. നല്ല കറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം.
നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാനൊരു 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് 3 ലെയർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. 7 ഇഞ്ച് പാനിലാണ് നമ്മൾ റെഡി ആക്കുന്നതെന്ന് വെച്ചാൽ 3 ലെയറിന് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പാണ് കേട്ടോ. 1 കപ്പ് വിപ്പിംഗ് ക്രീമിലോട്ട് ആവശ്യമെങ്കിൽ മധുരം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എടുക്കുന്ന വിപ്പിംഗ് ക്രീമിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുകൂടാതെ വിപ്പിംഗ് ക്രീമിലോട്ട് ബീറ്റ് ചെയ്ത സമയത്ത് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കേക്ക് ഒന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതൊന്ന് വെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് വെള്ളത്തിലോട്ട് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുള്ളതാണ്. അതാണ് നമ്മൾ ഇതിലേക്ക് ഷുഗർ സിറപ്പായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കേക്ക് മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഈ ഒരു ലെയറിന് മുകളിലായിട്ട് ഇതുപോലുള്ള ചോക്ലേറ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്നിക്കേഴ്സ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ അമൃതം പൊടി കഴിക്കുന്ന സമയത്ത് കടലയുടെ ഒരു ടേസ്റ്റ് ഒക്കെയാണല്ലോ കിട്ടാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്നിക്കേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. സ്നിക്കേഴ്സും നട്ട്സോട് കൂടിയിട്ടുള്ളതല്ലേ, അപ്പോൾ രണ്ടും കൂടി നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്നിക്കേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്നിക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നെക്സ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതും കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ മുഴുവനായിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് മുഴുവനായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് മുഴുവനായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പിൽ കിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊരു ഫ്ലവർ മാത്രമേ വരച്ചു കൊടുക്കുന്നുള്ളൂ. N1 നോസിൽ വെച്ചിട്ടാണ് ഞാൻ ഫ്ലവർ വരച്ചെടുക്കുന്നത്. ഇതിന്റെ മുകളിലായിട്ട് സ്നിക്കേഴ്സ് ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തം 2 സ്നിക്കേഴ്സ് ആണ് കേട്ടോ ഈ ഒരു കേക്കിലോട്ട് എടുത്തിട്ടുള്ളത്. ഒരു സ്നിക്കേഴ്സ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒന്ന് നമ്മുടെ ഇതിന് മുകളിലായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും. ഇനി ഇതിന്റെ സൈഡ് ഭാഗത്തായിട്ട് ചെറിയ രീതിയിലൊരു ഡിസൈൻ കൂടി കൊടുക്കുന്നുണ്ട്. അത്രയും കൂടി ഉള്ളൂ, നമ്മുടെ കേക്ക് റെഡിയായി. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്